നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ബദറും ഉഹുദും സംഭവിച്ചു. ഉഹുദിന് ശേഷം ഏതാനും അല്പം വർഷങ്ങൾക്കിടയിൽ വളരെ അകലെ നിന്ന് രണ്ട് ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവരുടെ പ്രതിനിധികൾ, ഞങ്ങളുടെ ഗോത്രത്തിലെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ കുറച്ച് ആളുകളെ പറഞ്ഞയക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു. വലിയ സന്തോഷത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവും സെയ്ദ് ഇബ്നു ദസിന്ന റളിയല്ലാഹു അൻഹുവും ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 10ഓളം വരുന്ന വിശുദ്ധ ഖുർആനിനെ ശരിയാം വിധത്തിൽ മനസ്സിലാക്കിയ, പാരായണം ചെയ്യാൻ പഠിച്ചിട്ടുള്ള സ്വഹാബികളെ പറഞ്ഞയക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ 6 പേരെ എന്നും നമുക്ക് കാണാൻ കഴിയും. വലിയ സന്തോഷത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ് ആ ഗോത്രത്തിലെ പ്രതിനിധികളുടെ കൂടെ അവരുടെ നാട്ടിലേക്ക്, അവരുടെ ഗ്രാമത്തിലേക്ക് ഇവർ യാത്രയായി. അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ഹിജാസിലെ റാഗിബ് എന്ന് പറയുന്ന സ്ഥലത്ത് റജീ എന്ന് പറയുന്ന ഒരു ചെറിയ ജലാശയമുണ്ട്. ആ ജലാശയത്തിനടുത്തെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ വന്ന, അവരെ കൊണ്ടുപോയ ആ ഗ്രാമീണരായ ആളുകളുടെ പ്രതിനിധികൾ വാക്കുമാറി. ഈ 6ഓ 10ഓ വരുന്ന സ്വഹാബികളുടെ അടുത്തേക്ക് ബനൂ ലിഹിയാൻ ഗോത്രത്തിലെ 100ഓളം വരുന്ന സായുധ സജ്ജരായ ആളുകൾ വന്നു. അവരെ വല്ലാതെ ആക്രമിച്ചു. അങ്ങനെ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ജീവൻ നൽകി അവർ ഷഹീദാവുകയുണ്ടായി. 2 പേരെ അവർ പിടിച്ചു കൊണ്ടുപോയി. അതിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, കൈകൾ പിറകോട്ട് കെട്ടി മക്കയിലെ ചന്തയിലേക്ക് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആ മക്കയിൽ വെച്ച് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മകനായ സഫ്വാൻ ബിൻ ഉമയ്യ വില കൊടുത്തു വാങ്ങി. തൻ്റെ പിതാവ് ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെ പകരം വീട്ടാൻ വേണ്ടി മുസ്ലിമായിട്ടുള്ള ഒരാളെ വിലക്ക് വാങ്ങി വധശിക്ഷ നടപ്പിലാക്കുക, കൊലപ്പെടുത്തുക, ഇതാണ് തീർച്ചയാക്കിയത്. അതിനുവേണ്ടി സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി. പക്ഷേ ആ സമയം വന്നത് അഷ്ഹുറുൽ ഹുറും, യുദ്ധം നിഷിദ്ധമായ മാസമായിരുന്നു. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ മക്കയിലുള്ള വിശ്വാസമാണത്. ആ 4 മാസത്തിൽ യുദ്ധം ചെയ്തുകൂടാ. ആ 4 മാസത്തിൽ ഒരു വധശിക്ഷ നടപ്പിൽ വരുത്തണ്ട എന്ന് കരുതി സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തടവറയിലേക്ക് പറഞ്ഞയച്ചു. വധിക്കുന്ന ഉറപ്പാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ആഴ്ചകളും മാസങ്ങളും വധശിക്ഷ കാത്തുകൊണ്ട് തടവറയിൽ കഴിച്ചുകൂട്ടി. തൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സമാധാനത്തോടെ സ്വർഗം മനസ്സിൽ കണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു യാത്രയായതാണ്. ഇത് മക്കയിലെ ഏതോ ഇരുട്ടുമുറിയിലുണ്ട്. ആ 4 മാസങ്ങൾ കഴിഞ്ഞു. വധശിക്ഷ നടപ്പാക്കാൻ അവർ തീരുമാനിച്ച ദിവസമെത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഹറമിന്റെ പരിധിയിലാണ് ആ സ്ഥലമുള്ളത്. വിശുദ്ധ ഹറമിന്റെ പരിധിയിലുള്ള സ്ഥലത്ത് വെച്ച് രക്തം ചിന്തരുത്. ഇത് മുമ്പേ അറബികൾക്കുണ്ടായിരുന്ന നിർബന്ധമാണ്. അവരതിനെന്ത് ചെയ്തു വന്നോ, തെന്നഈം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി. ഇന്ന് ആയിഷ പള്ളിയൊക്കെ നിൽക്കുന്ന ഭാഗത്ത്. അവിടെ വെച്ച് ഖുറൈശികളിലെ മക്കയിലെ ആഭാലവൃദ്ധം ജനങ്ങൾ, വലിയൊരു സംഘം, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള വലിയൊരു സംഘം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വധശിക്ഷ കാണാൻ വേണ്ടി തടിച്ചുകൂടുന്നുണ്ട് അവിടെ തെന്നഈമിൽ. ആ സ്ഥലത്തേക്ക് അബൂ സുഫിയാൻ കടന്നു വരുന്നുണ്ട്. അബൂ സുഫിയാൻ കടന്നു വന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കാൻ, വിശ്വാസികളെ അവരുടെ വിശ്വാസം എത്രയെന്ന് ഖുറൈശികളിലെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന തീരുമാനത്തിൽ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സെയ്ദേ, നീ നിൽക്കുന്ന ഈ ഒരു സമയവും സ്ഥലവും ഉണ്ടല്ലോ, നീ മരിക്കുമെന്ന് ഉറപ്പുണ്ടല്ലോ. ഈ സ്ഥലത്ത് നീ ഇഷ്ടപ്പെടുന്ന നിന്റെ പ്രവാചകനാണ് വധശിക്ഷ കാത്ത് നിൽക്കുന്നത് എങ്കിൽ നീ നിന്റെ വീട്ടിലും ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. നിനക്കെന്തു തോന്നുന്നുണ്ട്? മാസങ്ങളോളം തടവറയിൽ വധശിക്ഷ കാത്ത് കുടുംബവുമായി
എങ്ങോട്ട് പോയി എന്നറിയാത്ത വിധത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോഴും സെയ്ദ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയാം? ഞാൻ എൻ്റെ കുടുംബത്തിന്റെ അടുത്തായിരുന്നാലും എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല, മരിക്കുന്ന ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്പോഴും തന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അബൂ സുഫിയാൻ അന്താളിച്ചു പോയി, ആളുകൾക്ക് മുന്നിൽ അപഹാസ്യനായി. പക്ഷേ മക്കയിലെ ആളുകളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അബൂ സുഫിയാൻ പറയുന്നൊരു പ്രഖ്യാപനമുണ്ട്. അബൂ സുഫിയാൻ സംസാരിക്കുന്നു, മാ റഅയ്തു മിനന്നാസി അഹദൻ, ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, ഒരു ജനസമൂഹത്തെയും ഞാൻ കണ്ടിട്ടില്ല, യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ, മുഹമ്മദിന്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ദുനിയാവിൽ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അവിടെ വെച്ച് മക്കയിലെ ആളുകളെ, ആ ഒരു വധശിക്ഷ കാണാൻ കൂടി ആളുകളോട് സംസാരിക്കുന്ന സംസാരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ അടിമയായ നസ്താസ് എന്ന് പറയുന്ന ആ അടിമ കടന്നു വന്ന് വാളെടുത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ ആളുകൾ അത് നോക്കി നിൽക്കുന്നുണ്ട്. തൻ്റെ വധശിക്ഷ മുന്നിൽ കാത്തു നിൽക്കുമ്പോഴും മാസങ്ങളോളം കൊല്ലപ്പെടുമെന്ന് തീർച്ചയാക്കിയിട്ടും അപഹാസ്യരാക്കിയിട്ടും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സലാം പറഞ്ഞു പോകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ കൊടുത്തത് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഇത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം ചരിത്രമല്ല, എത്രയോ സ്വഹാബാക്കളുടെ ചരിത്രം നമുക്ക് കാണാം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്, അലി നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിയോട്? നിങ്ങൾ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്? അലി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിന, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, വ ഔലാദിന ഞങ്ങളുടെ മക്കളെക്കാൾ, വ ആബാഇന വ ഉമ്മഹാതിന ഞങ്ങളുടെ മാതാക്കളെക്കാളും ഞങ്ങളുടെ പിതാക്കളെക്കാളും. എന്നിട്ട് ചേർത്തൊരു വാചകം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, വമിനൽ മാഇൽ ബാരിദി അലൽ വമഇ, ദാഹിച്ചു വലഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളത്തെക്കാളേറെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ ഇഷ്ടമായിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ സന്തോഷം വന്നാൽ കരയുമെന്ന് ഞാൻ കണ്ടത് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എൻ്റെ വാപ്പക്ക് അനുവാദം കിട്ടിയപ്പോൾ എൻ്റെ വാപ്പ കരഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സന്തോഷം വന്നാലും മനുഷ്യർ കരയും. ആ യാത്രയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു സമയം വലതുവശത്തുകൂടി നടക്കും. എന്തിനാണെന്നറിയോ? വലതുവശത്തുകൂടെ ആരെങ്കിലും എൻ്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തിയാലോ. കുറച്ച് കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നും, ഇനി മുന്നിലൂടെ ആരെങ്കിലും വന്നാലോ, മുന്നിലേക്ക് മാറി നിൽക്കും. കുറച്ചു കഴിഞ്ഞാൽ തോന്നും ഇടതുവശത്തു കൂടി വന്നാലോ, ഇടതുവശത്തുലേക്ക് മാറി നിൽക്കും, പിറകിലേക്ക് മാറി നിൽക്കും. അപ്പോ അബൂബക്കറും ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടില്ല, അബൂബക്കർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രത്യേകമായി വല്ല സമ്പാദ്യവുമുണ്ട്, അത് എനിക്ക് ഷെയർ ചെയ്യുമെന്ന് കരുതിയിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വല്ലാത്തൊരു ഇഷ്ടമാണ്. തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തുൽഹാ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് അശ്ശഹീദുൽ ഹയ്യ് എന്ന്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രയാസം ഉണ്ടാകുന്നുണ്ട്, ചരിത്രം വിശദീകരിക്കുകയല്ല. തുൽഹാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ശത്രുക്കൾ പറഞ്ഞു വരുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവര് വല്ലാത്ത അക്രമം അഴിച്ചുവിട്ടു, ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞോടി. തുൽഹാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തോട് മുഖം വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ അങ്ങ് എത്തി നോക്കരുത്, അങ്ങയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ദൂന നഹിരി എന്ന് പറയുന്നുണ്ട്, എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ, അങ്ങ് എത്തി നോക്കരുത്. തന്റെ ശരീരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കി വെക്കുന്ന അമ്പുകളും അതേപോലെ എല്ലാ പ്രയാസങ്ങളും തന്റെ ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് വരുന്ന ഒരു അമ്പ് കൈകൊണ്ട് തടുത്ത് ആ വിരലുകൾ അറ്റുപോകുന്ന തുൽഹാ റളിയല്ലാഹു അൻഹു. രംഗം ശാന്തമായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട് പ്രവാചകരെ ശുശ്രൂഷിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്കല്ല വരേണ്ടത്, നിങ്ങളുടെ കൂട്ടുകാരൻ തൊൽഹ എവിടെ പരിശോധിക്കൂ, തൊൽഹയെ നിങ്ങൾ പരിശോധിക്കൂ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ ശരീരത്തിൽ 70ഓളം വെട്ടുകളും അമ്പിന്റെ പാടുകളുമായി പ്രയാസപ്പെട്ട് കിടക്കുന്ന, കൈ തളർന്നു പോയ തുൽഹാ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറച്ചരികെയായിട്ട്. ശരീരത്തിൽ തറച്ച അമ്പ് പറിച്ചെടുക്കുമ്പോൾ തുൽഹാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, തുൽഹാ മാറാൻ തോന്നിയില്ലേ? ഓരോ അമ്പുകളും ശരീരത്തിലേക്ക് തറക്കുമ്പോ മാറാൻ തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോ തുൽഹാ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ മാറിയാൽ എന്റെ ഹബീബിന്റെ ശരീരത്തിൽ ആ അമ്പ് തറക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തുൽഹാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടത് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ കഴിയാതെ നാട് വിട്ടുപോകുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഇല്ലേ? എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച ആദ്യത്തെ മനുഷ്യൻ അത് പ്രവാചകനാണെന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, നാട് വിട്ടുപോയി. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെ ഏതോ ഇടത്ത് വെച്ച്, ഷാം പ്രദേശങ്ങളിലെ ഏതോ ഒരിടത്ത് വെച്ച് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. ഉമർ പറയുകയാണ് റളിയല്ലാഹു അൻഹു, ബിലാലെ ആ ബാങ്ക് ഒന്ന് കേൾക്കാൻ കൊതിയുണ്ട്, ആ ബാങ്ക് കേൾക്കാൻ കൊതിയുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിച്ചു ബാങ്ക് കൊടുപ്പിക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വാചകങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വെമ്പൽ കൊള്ളുന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? നമ്മുടെ ഉമ്മ മരിച്ചിട്ട് എത്ര വർഷമായി? നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടില്ലേ? അവരുടെ പേരുകൾ പിന്നീട് കേൾക്കുമ്പോൾ നമ്മളാരും തളർന്നു വീഴാറില്ല, ഒരുപക്ഷെ നമ്മളാരും കരഞ്ഞു പോകാറില്ല. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബാങ്കുലിയിൽ പോലും പറയാൻ കഴിയാത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ, നമുക്കിനി ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? തുൽഹാ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ ഇതേപോലെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നൊരു പാതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെട്ടിത്തുറന്നു തന്ന സ്വർഗത്തിന്റെ വാതിലിനടുത്തേക്കുള്ള ചില പാതകളുണ്ട്. ആ പാതയിലൂടെ സഞ്ചരിക്കുക, അവിടുത്തെ ഇഷ്ടപ്പെടുക, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തുക. ഇതാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കിനി ചെയ്യാൻ കഴിയുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുക. ഹദീസിലുള്ള ലഫ്ള് അങ്ങനെയാണ്, കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഹൃദയത്തിൽ അങ്കുരിച്ചു വരാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ, എനിക്കെല്ലാത്തിനേക്കാളും ഇഷ്ടം അങ്ങയാണ് പ്രവാചകരെ, ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരം കഴിഞ്ഞാൽ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുതാക്കി കാണിച്ചതല്ല. ഈ ലോകത്ത് എന്റെ മക്കളെക്കാളും സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും എല്ലാത്തിനേക്കാളും ഏറെ എനിക്കിഷ്ടം പ്രവാചകരെ അങ്ങയെയാണ് എന്ന് പറയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച വാചകം അതായിരുന്നു, ഞാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും, ഉമറേ, ഈമാൻ ശരിയായിട്ടില്ല കേട്ടോ, ഉമറേ, നിന്റെ ഈമാൻ ശരിയായിട്ടില്ല. ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല ഉമറേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു അൽആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, പ്രവാചകരെ, എന്റെ ശരീരത്തെക്കാൾ ഇഷ്ടം എനിക്ക് അങ്ങയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി കൊടുത്തത്, അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് കേട്ടോ ഈമാൻ ശരിയായത്. ഉമറേ, നിന്റെ ഈമാൻ ഇപ്പോഴാണ് ശരിയായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. തബൂക്ക് യുദ്ധത്തിന്റെ സാഹചര്യം, വലിയ പ്രയാസമുള്ള സമയത്താണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ച് യുദ്ധത്തിനെ കുറിച്ച് സംസാരിച്ചു. ചില ആളുകൾ പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് ചോദിക്കട്ടെ, കുടുംബത്തിലൊന്ന് ചോദിക്കട്ടെ, അവരെ അഭിപ്രായം ഒന്ന് തേടട്ടെ, സാഹചര്യം ഒന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്തിറങ്ങി. കുടുംബത്തിലൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതാ, സാഹചര്യം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആയത്തിറങ്ങി, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാൾ അടുത്ത ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ കുടുംബത്തിൽ അന്വേഷിക്കട്ടെ എന്നുള്ളതിന് സ്ഥാനമല്ല. വിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയെന്ന്
മാത്രല്ല വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്, വമാ ആതാകുമുർ റസൂൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്നിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണമെന്നേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ ചില ആളുകളൊക്കെ ഈയിടെ സാഹചര്യങ്ങളിൽ കടന്നു വരും, വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചാൽ മതി, ഹദീസ് വേണ്ട. ഹദീസിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, ഹദീസ് സ്വീകരിക്കേണ്ട, അതിന് ആളുകളെ കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഖുർആൻ മതി, ഹദീസ് വേണ്ട, അവർക്ക് ഓതി കൊടുക്കേണ്ട ആയത്താണിത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. പ്രവാചകൻ എന്തേ നിങ്ങൾക്ക് തന്നത് അത് സ്വീകരിക്കുക, അവിടുന്ന് എന്തേ നിങ്ങളോട് അരുതെന്ന് പറഞ്ഞത് അത് ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുക. സൂറത്തുൽ ഹശ്ർ 7-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സ്വന്തം മനസ്സിന്റെ നഫ്സിന്റെ താല്പര്യത്തെക്കാളും സ്വന്തം ഇച്ഛകളെക്കാളും ഇഷ്ടത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കർമ്മം കൊണ്ട് സ്നേഹിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്ന്. നമ്മുടെ നാട്ടിലുമുണ്ട് പ്രവാചക സ്നേഹം, നമ്മുടെ നാട്ടിലുമുണ്ട് പ്രവാചക സ്നേഹം. എങ്ങനെ പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാചകം തന്നെ നബിദിനം എന്ന. പ്രിയപ്പെട്ടവർ, ആരെയെങ്കിലും പരിഹസിക്കാനല്ല, ആരെയെങ്കിലും കളിയാക്കാനല്ല, അവരുടെ ആശയത്തെ താറടിച്ചു കാണിക്കാനല്ല. ദീനാണ് പ്രിയപ്പെട്ടവര്, ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വർഷത്തിൽ ഒരു ദിവസം മാറ്റിവെച്ച് അവിടെ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വെളിപ്പെടുത്തേണ്ടവരല്ല വിശ്വാസികൾ. പ്രിയപ്പെട്ടവരെ, എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാ? ഉത്തരമില്ല എന്നാണ് ഇതിന്റെ ഉത്തരം. ഉത്തരമില്ല എന്നാണ് ഇതിന്റെ ഉത്തരം. 7-8 അഭിപ്രായങ്ങളുണ്ട്. 7-8 അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വലിലാണ് എന്ന അഭിപ്രായത്തിനപ്പുറത്ത് റമളാനിലാണ് എന്ന് ചർച്ചയുണ്ട്. റമളാനിലാണോ ജനിച്ചത് എന്ന ചർച്ചയുണ്ട്. പ്രിയപ്പെട്ടവരെ, 23 വർഷക്കാലം പ്രവാചകനായി വിശ്വാസികൾക്കിടയിൽ ജീവിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് ഒരു കാരക്കച്ചീന്തെങ്കിലും കൊടുത്ത് സന്തോഷിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകം പുണ്യം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ജനിച്ചു എന്ന കൺഫ്യൂഷൻ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവര്. പക്ഷെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചു എന്നത് കൃത്യമായി ഹദീസുകളിൽ ചില സൂചനകളുണ്ട്. എങ്ങനെയെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ പ്രവാചകരെ സുഇല അൻ സൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസം എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു? തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ഫീഹി വുലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്, വഫീഹി ഉൻസില അലയ്യ, എനിക്ക് വഹി ഇറങ്ങിയത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ്. മറ്റൊരു റിപ്പോർട്ടില് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണെന്ന്. അത് ഏതെങ്കിലും ഒരു വർഷത്തിലെ തിങ്കളാഴ്ച എന്നല്ല, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഉണ്ടല്ലോ. തിങ്കളാഴ്ച ദിവസത്തിനാ പ്രത്യേകത. എന്നിട്ട് പറഞ്ഞത് എന്താ? നോമ്പെടുക്കാനാ പറഞ്ഞേ. നമ്മുടെ നാട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഈ സുന്നത്തിനെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന അഭിപ്രായമുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കല്ലായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടത്? ആലോചിച്ച് നോക്കൂ. നോമ്പിന് വിപരീതമാണോ നടക്കുന്നത്? ഭക്ഷണം കഴിക്കലാണോ നടക്കുന്നത്? ഭക്ഷണം ഒഴിവാക്കലാണോ നടക്കുന്നതെന്ന് പ്രിയപ്പെട്ടവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വാസികൾക്ക് 2 ആഘോഷങ്ങളാണുള്ളത്, 2 ഈദുകളാണുള്ളത്, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും. ആ രണ്ടിനും എത്രയെത്ര സുന്നത്തുകളും മര്യാദകളും പറഞ്ഞു. തക്ബീറിന്റെ സമയങ്ങൾ പറഞ്ഞു, അത് ആരംഭിക്കേണ്ടത് പറഞ്ഞു, അവസാനിക്കേണ്ടത് പറഞ്ഞു, അതിന് പ്രത്യേക നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, സ്വതക്കയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വസ്ത്രം ധരിക്കുന്നത് പറഞ്ഞു, സ്ത്രീകളെ കൊണ്ടുവരുന്നത് പറഞ്ഞു, അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു, വഴിമാറി സഞ്ചരിക്കണമെന്ന് വരെ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഒരു ആഘോഷമായി മാറ്റണമെങ്കിൽ അതിന്റെ ഒരു സുന്നത്തെങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയ. 30 വർഷമാണ് 4 ഖലീഫമാര് ഭരണം നടത്തുന്നത് ഇസ്ലാമിൽ. അവരാരും ഇത് അനുഷ്ഠിച്ചിട്ടില്ല. 55 വർഷം വരെ ജീവിച്ച നമ്മുടെ ഉമ്മമാരുണ്ട്, പ്രവാചക പത്നിമാരുണ്ട്. അവരുടെ സംഭവങ്ങളിലോ അവരുടെ ചരിത്രങ്ങളിലോ സൂചന കാണാൻ കഴിയില്ല. പിന്നീട് 100 വർഷം ജീവിച്ച സ്വഹാബാക്കളുണ്ട്, താബികളുണ്ട്, തബഉത്താബികളുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമമാരുണ്ട്. ഇവരാരും ഇതുപോലൊരു ആഘോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഏത് ദിവസം ജനിച്ചു എന്നതിന് ഒരു കൃത്യമായ ഉത്തരമെങ്കിലും ഉണ്ടാകുമായിരുന്നു.
പിന്നീട് ഇത് എവിടുന്ന് കടന്നു വരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ ഹിജറ 300 ശേഷം ഷിയാക്കളിലെ ഫാത്തിമിയ വിഭാഗം തുടക്കം കുറിച്ച് പിന്നെയും 300 വർഷം കടന്ന് മുളഫർ എന്ന് പറയുന്ന ഒരു രാജാവ് അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രാജാവ് ചെയ്തതാണോ ഇസ്ലാമിലെ പ്രമാണമെന്ന് പറയുന്നത്? ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ, ദീനിൽ, മതത്തിൽ നന്മയെന്ന് കരുതി ഒന്നും ചേർക്കാൻ നമുക്ക് അവകാശമില്ലാതെ, നന്മയെന്ന് കരുതി ഒന്നും ചേർക്കാൻ അവകാശമില്ല. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൈക്ക് ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എയർ കണ്ടീഷൻ ചെയ്ത പള്ളികൾ ഉണ്ടായിരുന്നോ? അതൊക്കെ ബിദ്അത്തല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത് ബിദ്അത്താണ്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മതത്തിൽ നന്മയെന്ന് കരുതി കൂട്ടിച്ചേർക്കല. വാഹനം ഉപയോഗിക്കുന്നതിൽ പുണ്യമുണ്ട് എന്ന് ആരും പറയുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഇത്ര പുണ്യമുണ്ട് എന്ന് പറയുന്നില്ല. ഫാൻ ഉപയോഗിച്ചാൽ, ഫാനിന്റെ ചുവട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ ഇത്ര പുണ്യമെന്ന് എവിടെയും പറയുന്നില്ല. അത് ജീവിതത്തിലെ ചില സൗകര്യങ്ങളൊക്കെയാണ്. അത് അതേപോലെ മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഈ ഒരു ന്യായത്തെ കൂട്ടുപിടിച്ച് നബിദിനത്തെ വെളുപ്പിച്ചെടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അവരുടെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്, ഈ റബീഉൽ അവ്വൽ 12-നും 13-നും അല്ലാത്ത ഒരു മാസക്കാലമൊക്കെ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഭക്ഷണമല്ലേ കൊടുക്കുന്നത്? സ്വതക്കയല്ലേ കൊടുക്കുന്നത്? ഞങ്ങൾ മദ്ഹല്ലേ പാടുന്നത്? എന്താണ് തെറ്റെന്ന? പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കൊടുക്കൽ ഒരു തെറ്റല്ല, ഭക്ഷണം കൊടുക്കൽ തെറ്റല്ല. പക്ഷേ റബീഉൽ അവ്വൽ 12-ന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ് എന്ന് കരുതിയാൽ തെറ്റായി. എപ്പോഴും ഭക്ഷണം കൊടുക്കും. റബീഉൽ അവ്വൽ 12-ന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തിന്മയായിട്ട് വരും, അത് ബിദ്അത്തായിട്ട് വരുന്ന, അത് ഒരു പക്ഷേ കുറ്റമായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു നന്മയും പ്രത്യേക എണ്ണവും സമയവും കാലവും വെച്ച് ചെയ്തുകൂടാന്നാണ്. വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ വരുന്ന ആൾക്ക് ഇത്ര പ്രതിഫലമുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ജമാഅത്തിന് ഇത്ര പ്രതിഫലമുണ്ട്, അത് ഇന്ന ദിക്റിന് ഇത്ര പ്രതിഫലമുണ്ട്, ഇത്ര എണ്ണം അത് നിങ്ങൾ ചൊല്ലിയാൽ അത് നിങ്ങൾക്ക് പാപമോചനമുണ്ട്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ. ഇതല്ലാത്ത നമ്മുടെ ഇഷ്ടത്തിന് ഒരു കർമ്മവും ഒരു ദിക്റോ ഒരു റകഅത്തോ ഒരു ഭക്ഷണം കൊടുക്കലാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഇല്ല എന്നാണ്. അത് ബിദ്അത്തിന്റെ ഗണത്തിലേക്ക് പെടുന്നു എന്നാണ്. ഓരോ വർഷം കഴിയുമ്പോൾ രൂപഭാവങ്ങൾ മാറി, നാടിനനുസരിച്ച് ആഘോഷ ശൈലികൾ മാറി മാറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം, അത്തരം ആളുകളോട് പറഞ്ഞു കൊടുക്കണം, ആരെങ്കിലും മതത്തിലേക്ക് പുതുതായി കൊണ്ടുവന്നാൽ, ദീനാണെന്ന് പറഞ്ഞു പുതുതായി കൊണ്ടുവന്നാൽ, ഇത്ര കൂലി കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അത് മതത്തിൽ ഇല്ലാത്തതാണോ തള്ളിക്കളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച വിഷയം, മൻ അമില അമലൻ, ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ല, സുന്നത്തില്ല, അത് ദീനിന്റെ വിഷയത്തിൽ ഒരു കർമ്മം അങ്ങ് കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആർക്കാ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത്? ആർക്കാ ഒരു മധുരം കിട്ടിയാൽ കഴിക്കാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? പക്ഷെ എന്താണെന്നറിയോ, മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാവണം എന്നറിയോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ തൗബ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, ഇന്നല്ലാഹ ഹജബ തൗബത, തൗബ മറയിടുന്ന, തൗബക്ക് മറയിട്ടു കൊടുക്കും. അൻ കുല്ലി സ്വാഹിബി ബിദ്അ, ബിദ്അത്ത് ചെയ്യുന്നവരാരാണോ അവരുടെ തൗബക്ക് ഒരു മറയിട്ട് കൊടുക്കും. ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ബിദ്അത്ത് എന്നാണോ അവൻ മാറ്റുന്നത് അതുവരെ അവന്റെ തൗബ സ്വീകരിക്കൂല. തൗബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ സ്വർഗം കിട്ടൂല എന്നാണ് അർത്ഥം, നരകമാണ് എന്നാണ് അർത്ഥം. ഒരു തിന്മയും മായ്ച്ചു കളയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം ഉണ്ടാകുക? അതുകൊണ്ട് ബിദ്അത്തായ ഒരു വിഷയവും എന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് തീർച്ചയാക്കുക. അതിനൊരു ന്യായവും പറയാനില്ല. അത് ദീനിലേക്ക് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ നന്മയും പഠിപ്പിച്ചു, എല്ലാ തിന്മയും അവിടുന്ന് എതിർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നന്മയല്ലേ, എനിക്കിപ്പോഴാ സമയം കിട്ടിയത്, അതുകൊണ്ട് മഗ്‌രിബ് ഇനി മുതൽ ഞാൻ 4 റക്അത്ത് നിസ്കരിക്കാൻ ഇല്ല, പറ്റൂല. സുബഹി ഒരുപാട് സമയമുണ്ട്, ഞാനത് 4 ആക്കാം, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കണക്കുകളുണ്ട്, അതിന്റെ രൂപങ്ങളുണ്ട്. ഇത് തന്നെയാകണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, അല്ലാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ബിദ്അത്തുകൾ കടന്നു വന്നാൽ തൗബ തടയപ്പെട്ടവരായി നരകത്തിന്റെ വാതിൽക്കൽ നമ്മൾ എത്തുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാണ്.